എന്തായാലും ഡോക്ടർ, അനുഭവങ്ങളൊക്കെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈജിപ്തിൽ സമാധാന ചർച്ചകൾ നടക്കുകയാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് 20 സമാധാന ഈ കണ്ടീഷൻസിൽ രണ്ടെണ്ണത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഈ സമാധാനം അടങ്ങി വരുമെന്നൊരു പ്രതീക്ഷയിലാണോ ഡോക്ടർ ഇപ്പോൾ ഏതൻസിലുള്ളത്? തീർച്ചയായിട്ടും അവിടെ എനിക്ക് നമ്മൾ മുമ്പ് നടന്നിട്ടുള്ള ചർച്ചകളുടെ ഒരു തുടർച്ചയെന്ന് എടുത്തു നോക്കുമ്പോൾ ഈ 47 മുതലുള്ള വിവിധ സമയങ്ങളിൽ ഇങ്ങനെ ചർച്ചകൾ നിരവധി പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് തന്നെയാണ് ഒരു സീസ് ഫയർ ഉണ്ടായിരുന്നത്. ആ സീസ് ഫയറിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ പറയുന്ന ഗസയിൽ ഇപ്പോ ഗസയിൽ നിന്നും ഗസ സിറ്റിയിൽ നിന്നും ഓടുന്ന ആൾക്കാരൊക്കെ വാസ്തവത്തിൽ അവർ തിരിച്ചു അവിടെ പോയത് ആ ഒരു സമാധാന കരാറ് നിൽക്കുമ്പോഴാണ്. അവരവിടെ പെട്ടെന്ന് ആ കരാറ് വരികയും വെടിവെപ്പ് നിൽക്കുകയും ചെയ്യും. വെടിവെച്ചൊക്കെ നിൽക്കുമ്പോൾ അവരെല്ലാം തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോവുകയും അവരുടെ സാധനങ്ങളും അവരുടെ ലൈഫിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അത് മാറി. ഇസ്രായേൽ ഒരു കാരണവും ഇല്ലാതെ ഹമാസ് ഈ പറയുന്ന അവരുടെ ബന്ദികളെ മോചിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു ഫ്ലിംസി ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസിനകത്ത് അവർ വീണ്ടും അത് തുടരുകയും ആണ് ചെയ്തത്. ഇത് നിരന്തരമായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു പ്രതീക്ഷ താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് നേരത്തേക്ക് ഒരു 1-2 മാസത്തേക്കെങ്കിലും ഒരു സീസ് ഫയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാകണമെന്ന് മാത്രമാണ്. അതിപ്പോ ഈ ദീർഘനാൾ എത്ര കാലം നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. എനിക്കും അങ്ങനെ ഈ പറയുന്ന ഇസ്രായേലിന്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് അത് എത്ര കാലം നിൽക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുമില്ല. എങ്കിലും 2 മാസത്തേക്ക്, കുറച്ച് നാളത്തേക്ക്, കാരണം അവിടുത്തെ സ്ഥിതി, ഗാസയിലെ സ്ഥിതി അത്രയ്ക്കും മോശമാണ്. പട്ടിണി കാരണം ആൾക്കാർ ഇങ്ങനെ മരിച്ചു ഈ പറയുന്ന എല്ലും തോലും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഉള്ള വക അവിടെ ഇല്ല. അതിന് പുറത്താണ് ഈ ഗസ സിറ്റിയിൽ നിന്നും ആൾക്കാർ കൂട്ടത്തോടെ ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ട് വരുന്നത്. ഒരറ്റത്ത് ഈ പറയുന്ന ഇപ്പോഴൊക്കെ അവരുടെ സ്ഥിതി വെച്ച് കഴിഞ്ഞാൽ അവര് മുമ്പൊക്കെ പറയുമായിരുന്നു, ഞങ്ങളുടെ വീടൊക്കെ നമുക്ക് തിരിച്ച് എപ്പോഴെങ്കിലും വരാൻ പറ്റുമെന്നുള്ള ധാരണയാണ് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പലായനത്തില് ഞങ്ങളുടെ വീട്, ഞങ്ങൾ ഇത്രയും നാളും വളർന്ന സ്ഥലം, ഇത്രയും നാൾ ജീവിച്ച സ്ഥലം, ഇത്രയും നാളും ഒക്കെ എന്റെ കുട്ടികളും ഭാര്യയും ഒക്കെ ഞങ്ങൾ ഇത്രയും നാളും അവിടെ കഴിഞ്ഞ സ്ഥലം ഞങ്ങൾക്ക് ഇനി തിരിച്ച് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതും ഈ പോകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ മുമ്പ് പറയും ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ജീവിതം മുഴുവൻ ആ വീട്ടിലുള്ളപ്പോ അതിനകത്ത് നിന്ന് എന്ത് സാധനം എടുക്കണം എന്നൊന്നും അറിയാതെ ആൾക്കാർ വെറുതെ അവരുടെ കുട്ടികളുടെ ഈ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കുപ്പായവും മറ്റും മാത്രം എടുത്തുകൊണ്ട്, അത്യാവശ്യം സർട്ടിഫിക്കറ്റ് മാത്രം എടുത്തുകൊണ്ട് ജീവിതമാകെ അവിടെ കളഞ്ഞുകൊണ്ട് പോകുന്ന ഒരു രംഗമാണ് ഇപ്പോഴുള്ളത്. ഈ പട്ടിണി കാരണം മറ്റും പല സാമൂഹ്യ പ്രശ്നങ്ങളും, പിടിച്ചുപറിയും, സിവിൽ അൺട്രസ്റ്റും തുടങ്ങിയിട്ട് കുട്ടികളുടെ മരണവും, കുട്ടികൾക്ക് ഭക്ഷണം കിട്ടാതാവുമ്പോഴുള്ള പ്രശ്നവും, ഗർഭിണികളുടെ പ്രശ്നം, പ്രസവത്തിനകത്ത് മരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരിതമാണ് അവിടെ ഉള്ളത്. ഒരു 2 ആഴ്ചയെങ്കിലും അല്ലെങ്കിൽ ഒരു 2 മാസമെങ്കിലും ഒരു ദിവസം അവിടെ ഒരു പീസ്, ഒരു സമാധാനം പുലരുന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എന്തായാലും ഈ സമാധാന ചർച്ചകളിൽ നമുക്കും പ്രതീക്ഷയുണ്ട്. ഗസയിൽ തോക്കുകൾ നിശബ്ദമാകട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. താങ്ക് യു ഡോക്ടർ എസ് സന്തോഷ് കുമാർ. ഏതൻസിൽ നിന്നാണ് ഡോക്ടർ സന്തോഷ് കുമാർ നമുക്കൊപ്പം ചേർന്നത്. ഒരു ഇടവേള എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഗസയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. ഗസയിലെ നാസർ ആശുപത്രിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു, മരണം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ ജോലിയിൽ മുഴുകിയ ഡോക്ടർ സന്തോഷ് കുമാറിന് അഭിനന്ദനങ്ങൾ. അസാധാരണമായ ധൈര്യമാണ് അദ്ദേഹം ഗസയിൽ കാണിച്ചിട്ടുള്ളത്. തോക്കുകൾ ശബ്ദിക്കുന്നതിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് രോഗികളെ പരിചരിക്കാൻ ഒരു ഡോക്ടർക്ക് കഴിയുക നമ്മുടെ ചിന്താശേഷിക്കും അപ്പുറമായിട്ടുള്ള കാര്യമാണ് അത്. സദാശിവമുള്ള പറയുന്നത്, ഡോക്ടേഴ്സ് നരേഷൻ ഗീവ്സ് us എ വിവിഡ് പിക്ചർ ദി ഹാപ്പനിങ്സ് ഇൻ ഗസ. ഗസയിലെ ഇദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ കേൾക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾ കൺമുന്നിൽ മരിച്ചു വീണിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ പിന്നെയും രോഗികളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറുടെ ചിത്രം നമുക്ക് നമ്മുടെ മനസ്സൊന്നും ആയില്ല. അതാണ് ഡോക്ടർ സന്തോഷ് കുമാർ.